പ്രഗ്നൻ്റ് ആണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് UPT യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിറ്റ് വാങ്ങി ചെയ്യാവുന്നതാണ്. പീരീഡ്സ് മിസ്സായി ഒരു വീക്ക് കഴിഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്യാം. മോർണിംഗ് യൂറിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പ്ലാസൻ്റയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് β-HCG എന്ന് പറയുന്നത്. ചിലപ്പോൾ തുടക്കത്തെ ആഴ്ചകളിൽ β-HCG ലെവൽ കുറവാകുമ്പോൾ ഫെയിൻ ലൈനായിട്ട് കാണാം. 4 ഡേയ്സ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം. യൂറിൻ ടെസ്റ്റിൽ നമുക്ക് 2 ഡാർക്ക് ലൈൻ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സിഗ്നലാണ് അത് കാണിക്കുന്നത്. UPT കിറ്റിലെ നിർദ്ദേശപ്രകാരം യൂറിൻ ഡ്രോപ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇതിലെ റിസൾട്ട് വിസിബിൾ ആവുന്നതാണ്. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. യൂഷ്വലി ഈ ടെസ്റ്റ് ചെയ്യുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്യാനാണ്. പ്രഗ്നൻ്റ് ആണോ അല്ലെന്ന് നമുക്ക് ഈ ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യാം. അതായത് പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈ β-HCG എന്ന് പറയുന്നത്. ഈ ബ്ലഡ് ടെസ്റ്റ് കയ്യിലെ വെയിനിൽ നിന്നും ബ്ലഡ് എടുത്ത് പിന്നെ അത് ലേബിൾ അനലൈസ് ചെയ്ത് 3-4 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരുന്നതാണ്. β-HCG ലെവൽ ബിലോ 5 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലി ലിറ്ററിൽ താഴെ കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് അല്ല എന്നും അതിൽ കൂടിക്കഴിഞ്ഞാലാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. യൂഷ്വലി നോർമൽ പ്രഗ്നൻസിയിൽ β-HCG ലെവൽ 48 to 72 ഹവേഴ്സ് ഡബിൾ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇൻ കേസ് ഹോർമോൺ ലെവൽ ലോ ആണെങ്കിൽ 48 to 72 ഹവേഴ്സിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഓരോ വീക്ക് കഴിയുന്തോറും HCG ലെവൽ കൂടി വരുന്നത് കാണാം. ഫെർട്ടിലൈസേഷൻ നോർമൽ ലൊക്കേഷൻ ആണോ നടന്നതെന്ന് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ 2 ടെസ്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.